2023 അടിപൊളിയായിരുന്നു. 2024 അതുപോലെ തന്നെ ആവട്ടെ. വളരെ മോശപ്പെട്ട ദിവസം. 24 എത്തുമ്പോൾ കഴിച്ചാവോ നോക്കാം നമുക്ക്. ഒത്തിരി പ്രതീക്ഷ ഉണ്ട്, കഴിച്ചാവുന്നുണ്ട്. 2023 കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കഴിഞ്ഞു പോയി. പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭാഗമാണ് പ്രശ്നങ്ങളായിട്ട് ഓരോന്നുണ്ടായിരുന്നു. ഇനി ശരിയാവുന്ന പ്രതീക്ഷ. ഇതപ്പൊ കേറി കാലണ്ടറല്ലേ മാറിയിട്ടുള്ളൂ. പ്രശ്നങ്ങളൊക്കെ വന്നോണ്ടിരിക്കും. 2023 പിന്നെ നല്ല വർഷമായിരുന്നു. എനിക്കൊരു ആൺകുട്ടിയുണ്ടായ ഒരു വർഷം കൂടിയാണ് 2023. കുഴപ്പമില്ല, എന്താ പറയാ, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ നോർമലായിട്ട് അങ്ങനെ പോയ വർഷം. 2023 31 ലാസ്റ്റ് ഞങ്ങള് ഇവിടത്തെ മഞ്ചേരിന്ന് കപ്പ് കൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. 46ാമത്തെ വർഷത്തില് ആദ്യമായിട്ട് നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്ട് വിൻ ചെയ്ത് മഞ്ചേരി തന്നെ ഞങ്ങൾക്ക് ആ ട്രോഫി കൊണ്ട് പോകാൻ വളരെയധികം സാധിക്കാൻ പറ്റിയിട്ട് വളരെയധികം സന്തോഷം. നിങ്ങളെ ഈ ഒരു വർഷം എങ്ങനെ? ഈ വർഷം എല്ലാ വർഷം പോലെ തന്നെ നല്ല ഉഷാറായിരുന്നു. മറക്കാൻ പറ്റുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താ പറയാ, ഞാൻ പുറത്തായിരുന്നു. ഞാൻ മൗറീഷ്യസ് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അതൊരു ഐലൻഡ് ആയിരുന്നു. അവിടെ ഞാൻ പഠിക്കാൻ പോയതായിരുന്നു. അപ്പൊ അവിടുന്ന് ഞാന് പുതിയൊരു കൾച്ചറ്, പുതിയ ഒരു ജീവിത രീതിയൊക്കെ ആയിരുന്നു. അപ്പൊ അത് എനിക്കൊരു എന്താ പറയാ, ഞാൻ പുതിയൊരു എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. അതൊക്കെ ഈ വർഷത്തെ ഒരു എന്താ പറയാ നല്ലൊരു അടിപൊളി സംഭവമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നൂറാഘോഷം കണ്ടു ചോദിച്ചാല് ഇപ്പൊ ആഘോഷങ്ങളൊന്നും ബ്ലോക്കാണ്. കടകൾ കടച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾ ഏതായാലും കോഴിക്കോട് പോകാൻ നിൽക്കാണ്. ജനുവരി 23 മറക്കാൻ പറ്റാന്ന് വെച്ചാൽ ജനുവരി 23 എന്റെ കഴിഞ്ഞ ഡിസംബർ 25 എന്റെ ഫാദർ എന്റെ അടുത്ത് പോയത്. ഭയങ്കര സങ്കടമാണ്. ജനുവരി 23 അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പൊ ഏതായാലും 2024 ഒരു നല്ലൊരു നല്ലൊരു വർഷമാവട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു സമൂഹത്തിന്, ജനങ്ങൾക്ക്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു അവസരം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളെ ക്ലബുണ്ട്. ആ ക്ലബിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒന്നല്ല, രണ്ടാമത്തെ വീടാണ് അത്. ഈ 2023 ഞങ്ങൾക്കൊരു വീട് വെച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആ ഒരു ഭയങ്കര അനുഭവം തന്നെയാണ്. കാരണം ആ ഒരു കുടുംബത്തിന് നമുക്ക് എന്താണോ ചെയ്തു കൊടുക്കേണ്ടത് അത് കണ്ടറിഞ്ഞ് അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ ചെയ്തു കൊടുത്തു എന്ന് തന്നെ പറയാം. മഞ്ചേരി ഞാൻ ഇപ്പോഴാണ് മഞ്ചേരി മാർക്കറ്റിലേക്കൊക്കെ ഇറങ്ങി തുടങ്ങാൻ, ഇവിടെ സാധനം ഇറക്കാനൊക്കെ വന്നത്. അതൊരു അനുഭവമാണ്. നല്ല ആൾക്കാരും ഇതൊക്കെ എല്ലാവരും നല്ല സൗഹാർദ്ദത്തിലും ഐക്യത്തിലും നല്ല രീതിയിൽ മുമ്പോട്ട് പോവാ. നമ്മള് ജോലിയാകുക, അല്ലാത്ത വേറെ പരിപാടികളൊന്നുമില്ല. 2024 സന്ദേശം എന്താ? 2024 സന്ദേശം എന്ന് പറഞ്ഞാല് ലഹരി ഒഴിവാക്കിക്കാണ്ട് നല്ല രീതിക്ക് ഇപ്പൊ MDM അതൊക്കെ ഒഴിവാക്കുക, മയക്കുമരുന്നിന്റെ ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ നടക്കുക, സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുക. അതാണ് നമ്മളെ ഉദ്ദേശം. കുഴപ്പമില്ല, നല്ല വർഷമാണ്. ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു കൊല്ലാണ്. ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറയുന്നത്, നമ്മുടെ കൂടെ പണിയെടുക്കുന്ന ഒരു കൂട്ടുകാരന് ഒരു 5 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു. അദ്ദേഹത്തിന്റെ കാര്യങ്ങള് അത് ഏകദേശം അതോടുകൂടി സെറ്റിൽഡ് ആയി. പിന്നെ അദ്ദേഹത്തെയും കൂട്ടിയിട്ട് ഞങ്ങള് ചെറിയൊരു യാത്ര. ആ യാത്ര എന്ന് പറയുന്നത് അവർ മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്. പുതുതലമുറക്കുള്ള സന്ദേശം എന്താന്ന് വെച്ചാല്, മദ്യം മറ്റുള്ള ഇപ്പോഴത്തെ യുവത്വങ്ങളെ കാർന്നു നിന്ന പല വിപത്തുകളും ഉണ്ട്. എന്ന് വെച്ചാല് ലഹരി വകുപ്പ്. അപ്പൊ അതിൽ നിന്നെല്ലാം എല്ലാവരും വിട്ടു നിൽക്കുക. 23 എല്ലാ ദിവസവും ഞങ്ങൾ വർക്ക് ചെയ്ത് പോകണം. അതേ ഉള്ളൂ. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ലൊരു സിറ്റിസണായി ജീവിക്കുക. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് വെച്ചാല്
മതസൗഹാർദ്ദപരമായ ഒരു കാഴ്ചപ്പാടോട് കൂടി പോകേണ്ട ഒരു കാലഘട്ടമാണ്. അതുപോലെ പോകുന്നത് ഇതൊന്നുമില്ലാത്ത രൂപത്തിൽ പോകണമെന്നുള്ള ആഗ്രഹമാണ് എന്നെ സംബന്ധിച്ചത്. അതുപോലെ പോകണമെന്നുള്ളതാണ്. ഒരു കാലം നടക്കുന്നത് വർഗീയവും മറ്റൊരു മറിച്ചൊക്കെ ആയി നടക്കുന്ന കാലഘട്ടം. അതൊന്നും ഇല്ലാതെ ഒരു നല്ലൊരു വേൾഡിൽ പോകേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പോകണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം.